പേര് സുധ. വെൽക്കം ടു മൈ ചാനൽ കണ്ണൂർ കിച്ചൺ. ഇന്നൊരു സൂപ്പർ റെസിപ്പി ആയാലോ? നമുക്കെല്ലാവർക്കും പച്ചടി ഇഷ്ടമാണ്. ഓണസദ്യ ആയാലും വിഷുസദ്യ ആയാലും ഒഴിച്ചുകൂടാനാവാത്ത ഡിഷ് കൂടിയാണിത്. നമുക്കിന്ന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. നല്ല ക്രീമി ആൻഡ് തിക്കായ പച്ചടിയാണിത്. പൈനാപ്പിൾ ആയതുകൊണ്ട് ഇത്തിരി സ്വീറ്റ്നെസ് കൂടി ഉണ്ടാവും. അതൊരു നല്ല ടേസ്റ്റി ഫ്ലേവർ കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോ നമുക്ക് കാണാം. പൈനാപ്പിൾ പച്ചടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് പൈനാപ്പിൾ അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നീട് ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് അത് പൊടിയായി അരിഞ്ഞതാണ്. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ആദ്യം നമ്മൾ ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റട്ടെ. ഞാൻ ഈ പാത്രത്തിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കട്ടെ. ആദ്യം നമുക്ക് പൈനാപ്പിൾ ചേർക്കാം. പിന്നീട് നമ്മൾ ഇഞ്ചി ചേർക്കുന്നു. പിന്നീട് മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്തു. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. പിന്നീട് ഞാൻ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഇതങ്ങോട്ടേക്ക് വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. തേങ്ങ മിക്സിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്രഷായി ചിരകിയ തേങ്ങയാണ്. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നീട് 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ കടുക്. ആദ്യം തേങ്ങയും പച്ചമുളകും കൂടി അരച്ചതിന് ശേഷം, അത് നന്നായി അരച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ കടുക് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതും പച്ചമുളകും തേങ്ങയും കൂടെ ഒരു മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രൈൻഡർ ജാറിലേക്ക് ആദ്യം പച്ചമുളകൊന്ന് കട്ട് ചെയ്തിട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരയാതെ കിടക്കും. അതുകൊണ്ട് പച്ചമുളകൊന്ന് കട്ട് ചെയ്തിടാം. അതിന് ശേഷം തേങ്ങ ചേർക്കാം. ഇതൊന്ന് നന്നായി അരച്ചതിന് ശേഷം നമുക്ക് കടുക് ചേർത്താൽ മതി. ആദ്യം ഇതൊന്ന് ഞാൻ അരച്ചെടുക്കട്ടെ. ആദ്യം വെള്ളം ചേർക്കാതെയാണ് അരച്ചത്. ഇനി അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത്, കടുകൊന്ന് ജസ്റ്റ് ക്രഷ് ആവാൻ മാത്രമേ വേണ്ടൂ. നന്നായി അരഞ്ഞു പോകരുത്. 1-2 പൾസ് കൊണ്ടത് റെഡിയാവും. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഈ കടുക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നമ്മുടെ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇതവിടെ കിടക്കട്ടെ. പൈനാപ്പിൾ നന്നായി സോഫ്റ്റായി കഴിഞ്ഞു. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങാ മിക്സാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാ മിക്സ് ചേർക്കാം. തേങ്ങാ മിക്സ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാ മിക്സ് ചേർത്തതിന് ശേഷം ഈ തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി. അതായത് തിള വരാൻ തുടങ്ങുന്ന ആ ഒരു സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. തിളച്ച് പോവരുത്. അതായത് ഇതിൽ നിന്ന് ആവി വരാൻ തുടങ്ങുന്ന ആ സമയം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് തിളവരാൻ വരുന്ന ആ ഒരു സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ മിക്സ് ഒന്ന് നന്നായി തണുക്കട്ടെ. തണുത്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ഈ മിക്സ് ഒന്ന് നന്നായി തണുക്കുന്ന വരെ നമുക്കിവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. പൈനാപ്പിൾ നന്നായി തണുത്ത് കഴിഞ്ഞു.
ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. പൈനാപ്പിൾ വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് തൈരാണ്. അത് നന്നായി അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തതാണ്. 1/2 കപ്പ് തൈര് അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മളുടെ പൈനാപ്പിൾ മിക്സിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഞാനിതൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. തൈര് ചേർത്തതിന് ശേഷം ഒന്ന് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ. തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. ഞാനിതിൻ്റെ ഉപ്പ് നോക്കി. അപ്പോൾ ഇത്തിരി ഒരു ഉപ്പ് വേണമെന്ന് തോന്നുവാണേ. അപ്പോൾ ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഇനി അടുത്തതായി ചേർക്കുന്നത് നിർബന്ധമൊന്നുമില്ല, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതെന്ന് മാത്രം. പഞ്ചസാരയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തു. ഇനി ഇതൊന്നെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കട്ടെ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചൊന്ന് സ്റ്റൗ ഓൺ ചെയ്യട്ടെ. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം. പിന്നീട് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കല്യാണ സദ്യയിലെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് ഈ പൈനാപ്പിൾ പച്ചടി. കുട്ടികൾക്കൊക്കെ ഒരു വലിയ ഇഷ്ടമായിരിക്കും. കാരണം ഇത്തിരി മധുരവും ഇത്തിരി പുളിയൊക്കെ ചേർന്ന് കിട്ടുന്നത് കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്, വലിയവർക്കും ഇഷ്ടമാണ്. സദ്യയിലെ ഈ ഫേവറേറ്റ് ഡിഷായ പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് എല്ലാ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ഡിഷസൊക്കെ ആയിട്ട് നിങ്ങളെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.